തിരുവനന്തപുരം കഴക്കൂട്ടം മണ്ഡലത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, പുതുകുന്ന പമ്പിംഗ് സ്റ്റേഷനിലെ കേടായ പമ്പ് പ്രവർത്തനക്ഷമമാക്കുക എന്നിവ ആവശ്യപ്പെട്ട് ബി.ജെ.പി. വെള്ളയമ്പലം ജല അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മാർച്ച് എം.എൽ.എ. വി. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ള അനാസ്ഥയും ഈ ജലദൗർലഭ്യത്തിന് കാരണമായിട്ടുള്ള അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളിൽ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. സർക്കാരിൻ്റെ മാറ്റം കഴക്കൂട്ടത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ജീവിതം ഒരു വിധത്തിലും മെച്ചപ്പെടുത്തിയിട്ടില്ല. ആ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന സമീപനത്തിനെതിരായിട്ട് ഇവിടെ ഇരിക്കുന്ന ഇതിൻ്റെ മേലാളന്മാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ സമരവുമായിട്ട് വന്നിരിക്കുന്നത്. ഇത്രയും ദിവസം കഴക്കൂട്ടത്ത് സമരം ചെയ്തുകൊണ്ട് ഇവരുടെ കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ ഇവരുടെ കൺമുന്നിൽ നേരിട്ട് വന്ന് ഈ പ്രതിഷേധം രേഖപ്പെടുത്തണം എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. തിരുവനന്തപുരം വർക്കല നഗരസഭ ആരോഗ്യ വിഭാഗം വിവിധ ഹോട്ടലുകളിലും ബേക്കറികളിലും നടത്തിയ പരിശോധനയിൽ പഴകിയ ആഹാര സാധനങ്ങൾ പിടിച്ചെടുത്തു. മൈതാനത്ത് പ്രവർത്തിക്കുന്ന ദ്വാരക ഹോട്ടൽ, പുത്തൻ ചന്തയിൽ പ്രവർത്തിക്കുന്ന ദോഹ ഹോട്ടൽ, റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന ഹാഷിം ബേക്കറി എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. പഴകിയ ബീഫ്, മാങ്ങാച്ചാർ, വൃത്തിഹീനമായ നിലയിൽ സൂക്ഷിച്ചിരുന്ന സോഡ, അഴുകിയ പൈനാപ്പിൾ തുടങ്ങിയവ പരിശോധനയിൽ കണ്ടെത്തി. പലതവണ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുകയും പിഴ ചുമത്തുകയും ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇവയെല്ലാം. വൃത്തിയോടെ നല്ല ഭക്ഷണം നൽകുന്നതിന് പകരം പിഴ ഒടുക്കി തടിയുരുക എന്നതാണ് ഒട്ടുമിക്ക സ്ഥാപനങ്ങളും ചെയ്യുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പിടിച്ചെടുത്ത ഭക്ഷ്യവസ്തുക്കൾ നശിപ്പിക്കുമെന്നും വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസന്നൻ അറിയിച്ചു.